ഹായ് ഓൾ, ദിസ് ഇസ് ചിത്ര. ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് ഞങ്ങൾ ഇന്ന് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം രേണു സുധിയുടെ ഒരു എക്സ്ക്ലൂസീവ് ഇൻ്റർവ്യൂ നമ്മുടെ ചാനലിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ആരോപണങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ വന്നുകൊണ്ടിരുന്നത്. രേണു സുധിക്കെതിരെയും നമ്മുടെ മൂവി വേൾഡ് മീഡിയ ചാനലിനെതിരെയും എനിക്കും എതിരെയായിട്ട് ഒരുപാട് സോഷ്യൽ മീഡിയ ക്യാമ്പയിനുകൾ നടക്കുന്നുണ്ട്. ഇതിൻ്റെ ഒരു ഒഫീഷ്യൽ ക്ലാരിഫിക്കേഷന് വേണ്ടിയിട്ടാണ് ഇത്. മൂവി വേൾഡ് മീഡിയ പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെ ഒരു ഒഫീഷ്യൽ ക്ലാരിഫിക്കേഷൻ തന്നെയാണ്. ഞങ്ങളുടെ ചാനലിൻ്റെ ഭാഗത്തു നിന്ന് ഒരു വോയിസ് ക്ലിപ്പ് പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വോയിസിനെതിരെയാണ് ആളുകൾ വീഡിയോ ചെയ്യുന്നത്. കാരണം അതിനകത്ത് പറയുന്നത് ഇങ്ങനെയാണ്. ഇവിടുത്തെ സ്റ്റാഫ് പറയുന്നത് രേണു സുധി ഇങ്ങോട്ട് വിളിച്ചിട്ട് ഇൻ്റർവ്യൂ വേണം, ഞങ്ങൾക്ക് ചികിത്സയ്ക്കായിട്ട് പണം വേണം, അതുകൊണ്ട് നിങ്ങൾ ഇൻ്റർവ്യൂ എടുത്ത് തരണം എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ആ ഒരു വോയിസിൽ കൂടെ പറയുന്നത്. പക്ഷേ രേണു സുധിയുടെ ഭാഗത്തു നിന്നും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു കാര്യം ഉണ്ടായിട്ടേ ഇല്ല. നമ്മൾ കുറേ നാളുകളായിട്ട് രേണു സുധിയുടെ അടുത്ത് നമ്മളിങ്ങനെ സംസാരിക്കുന്നുണ്ടായിരുന്നു ഇൻ്റർവ്യൂവിൻ്റെ കാര്യം. ആ ഒരു സമയത്ത് അവർക്ക് ഈ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അവർ ആദ്യം ഒന്നും ഓക്കെ അല്ലായിരുന്നു. പിന്നീടാണ് നമ്മൾ കൺവിൻസ് ചെയ്തിട്ടാണ്, ഏകദേശം ഒരു 1 മന്തോളം ഗ്യാപ്പ് എടുത്തിട്ടുണ്ട് ആ ഒരു കാര്യത്തിന് വേണ്ടി. അങ്ങനെയാണ് അവർ ആ ഇൻ്റർവ്യൂവിന് തയ്യാറാകുന്നതും നമ്മൾ ആ ഇൻ്റർവ്യൂ എടുക്കുന്നതും. അത് ഒരു ഓണം സെലിബ്രേഷനും കാര്യങ്ങളും ഒക്കെ ആയിട്ട് അവരുടെ വീട്ടുകാരോടൊക്കെ സംസാരിച്ചിട്ടാണ്, നമ്മൾ അത്രയും കൺവിൻസ്ഡ് ആക്കിയിട്ടാണ് നമ്മൾ ആ ഇൻ്റർവ്യൂ എടുക്കുന്നതും. ഇതൊരു പെയ്ഡ് ഇൻ്റർവ്യൂ തന്നെയായിരുന്നു. നമ്മൾ അവർക്ക് എന്താ പറയുക, അവർ ഏകദേശം ഒരു എമൗണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ ആ ഒരു എമൗണ്ട് ഒക്കെ കൊടുത്തിട്ടാണ് നമ്മൾ ആ ഇൻ്റർവ്യൂ എടുക്കുന്നത്. ഞാൻ എടുത്തു പറയുന്നു, ഇത് പെയ്ഡ് ഇൻ്റർവ്യൂ ആണ്. മാത്രമല്ല, ഇപ്പോൾ രേണു സുധിക്കെതിരെ പ്രചരിക്കുന്ന ഈ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എനിക്ക് തോന്നുന്നു അവർക്കെതിരെയുള്ള ഇത്രയും ഹേറ്റേഴ്സാണ് ഇത് ഇത്രയും വളച്ചൊടിച്ച് ഓരോ കാര്യങ്ങളുമാക്കി കൊണ്ടുവന്നതെന്ന് തോന്നുന്നു. കാരണം ഈ ഒരു ഫുൾ വീഡിയോ കണ്ടിട്ടുള്ള ഒരാളും ഏതൊരാൾക്കും മനസ്സിലാവും അതിനകത്ത് എന്താണ് ആ ഒരു കണ്ടന്റ് പറയുന്നത് എന്നുള്ളത്. ഇതിനു മുമ്പ് കിച്ചുവിനെതിരെ വീഡിയോ ചെയ്തിട്ടുണ്ടോ എന്നുള്ളതും എനിക്കറിയാൻ പാടില്ല. പക്ഷേ എനിക്ക് അവരെ കണ്ടിട്ട് മനസ്സിലായ എന്താണെന്ന് വെച്ചാൽ അവർ ആ ഒരു സമയത്ത് പറഞ്ഞത് അവരുടെ ഇമോഷനാണ്. പലപ്പോഴും ഞാൻ ചിന്തിച്ചിട്ടുണ്ട് രേണു സുധിക്ക് അവർക്ക് എന്താണ് ഇത്ര ഹേറ്റേഴ്സിന് കാരണം എന്നുള്ളത്. എനിക്ക് സംസാരിച്ചപ്പോൾ പേഴ്സണലി മനസ്സിലായ എന്താണെന്ന് വെച്ചാൽ അവരുടെ ടോണാണ് പെട്ടെന്ന് ആളുകൾക്ക് പെട്ടെന്ന് പിടിക്കാതെ വന്നതെന്ന് തോന്നുന്നു. അവർ പറഞ്ഞൊരു കാര്യം, കിച്ചു അങ്ങനെ ചെയ്യണ്ടായിരുന്നു, കിച്ചുവിനെ ഞാൻ അങ്ങനെയൊക്കെ നോക്കിയതല്ലേ എന്നുള്ളൊരു ടോണിൽ പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർക്ക് ഓക്കെ ആയിരിക്കാം. എനിക്ക് തോന്നുന്നു അവരുടെ ഈ ടോൺ ആളുകൾക്ക് പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തതെന്ന് തോന്നുന്നു. പിന്നെ ക്യാൻസർ വന്നിരിക്കുന്നൊരു സ്ത്രീയാണ്, അവരത്രയും സഫർ ചെയ്യുന്നൊരു സ്ത്രീയാണ്. അപ്പോൾ മൊത്തത്തിൽ നമുക്ക് കാണുമ്പോഴേക്കും അത്രയും ഒരു ബുദ്ധിമുട്ട് അവരുടെ അടുത്ത് തോന്നും. കാരണം അവരത്രയും സഫർ ചെയ്യുകയാണ്, ഒറ്റയ്ക്കാണ് സഫർ ചെയ്യുന്നത്, വേറെ വരുമാന മാർഗങ്ങളില്ല. അപ്പം നമ്മൾ ഈ ഒരു ഇൻ്റർവ്യൂ അവർക്കൊരു സഹായവും കൂടിയാകും. പ്ലസ് അവർക്ക് ഒരു എന്താ പറയുക, അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ സംസാരിക്കുകയും ചെയ്യാം എന്നുള്ള രീതിയിലാണ് ഈ ഒരു ഇൻ്റർവ്യൂ എടുക്കുന്നത്. പിന്നെ ഈ ഒരു വോയിസിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് മൂവി വേൾഡ് മീഡിയ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറഞ്ഞ ചാനലിൽ ഒരുപാട് സ്റ്റാഫുകളുണ്ട്. അതായത് എനിക്ക് തോന്നുന്നു ഒരു 50-ലേറെ സ്റ്റാഫുകളുള്ള ഒരു ചാനലാണ് നമ്മുടെ ചാനൽ. അപ്പോൾ ഇതിനകത്തുനിന്ന് കുറേ നമ്പർ നമ്മൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഈ ഏതെങ്കിലും ഒരു നമ്പറിൽ വിളിച്ചിട്ട് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു എന്ന് വിചാരിച്ചിട്ട് ഇതാണ് സത്യം എന്ന് കരുതി കുറേ റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന ആൾക്കാർക്കെതിരെ എനിക്കൊന്നും പറയാനില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതാണ് സത്യം എന്നുള്ള രീതിയിലാണ് പിന്നെ ആൾക്കാരങ്ങ് തീരുമാനിക്കുകയാണ്. രേണു സുധി വിളിച്ച് അവരുടെ അടുത്ത് പറയുകയാണ്, എനിക്ക് ചികിത്സയ്ക്കായിട്ട് പണം വേണം, ഇൻ്റർവ്യൂ നിങ്ങൾ എടുക്കണം എന്നുള്ള രീതിയിൽ പറഞ്ഞ് ഇൻ്റർവ്യൂ എടുപ്പിക്കുന്നതാണ് എന്നുള്ള രീതിയിലേക്കൊക്കെ പറയുന്നത്. എനിക്കറിയില്ല ആൾക്കാർക്ക് എന്താണ് ഇത്ര എന്താ പറയുക വിഷമം അതിലെന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. അവരെങ്ങനെയെങ്കിലും ജീവിച്ച് പൊക്കോട്ടെ, നമ്മൾ എന്തിനാണ് അതിനകത്ത് തലയിടാൻ പോകുന്ന? അവരുടെ കുടുംബകാര്യത്തിലൊന്നും ഇടപെടാൻ പോകേണ്ട. അവർ എന്താ പറയുക, അവർ പബ്ലിക്കായിട്ടുള്ളൊരു ഫിഗറാണ്. അവരത്രയും എന്താ പറയുക, ഇപ്പോൾ സുജേട്ടൻ്റെ മരണത്തിന് ശേഷം അത്രയും ലൈംലൈറ്റിൽ വന്നിട്ടുള്ള ഒരു ലേഡിയാണ്. അവരുടെ ജീവിതം നമ്മൾ എന്താ പറയുക, റിയാക്ഷൻ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യാം, പക്ഷെ അതിനകത്തൊരു പരിധി ഉണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഞാൻ അതിനകത്തൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഈ കിച്ചുവിൻ്റെ ഒരു കാര്യത്തിനകത്ത് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ ചോദിച്ചത് നമ്മുടെ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ അല്ല. ആക്ച്വലി എന്താണ് അവിടെ സംഭവിച്ചതെന്ന് വെച്ചാൽ, ഒരു വ്ളോഗർ ഉണ്ട്. ഇപ്പോഴും ഞാൻ പേര് പറയുന്നില്ല, കാരണം എന്താണെന്ന് വെച്ചാൽ ആ പേര് പറഞ്ഞതുകൊണ്ട് നാളെ ഇതൊരു വിവാദമാവണ്ട എന്ന് വിചാരിച്ചിട്ടാണ്. ആ ഒരു വ്ളോഗർ ആ ഒരു വീഡിയോ ചെയ്തതിൻ്റെ തംബ്നെയിലാണ് ഞാൻ അതിനകത്ത് വളരെ വ്യക്തമായിട്ട് കാണിക്കുന്നുണ്ട്. ഇതാണ് ആ തംബ്നെയിൽ എന്ന് പറഞ്ഞിട്ടാണ് ഞാനത് കാണിക്കുന്നത്. ഈ വീഡിയോയിൽ ഞാനത് ഇടാം. അപ്പോൾ ആ വീഡിയോ ആ തംബ്നെയിൽ ഞാൻ കാണിച്ചിട്ടാണ്
ആ വീഡിയോ ആ ക്വസ്റ്റ്യനായിട്ട് ഞാൻ ചോദിക്കുന്നത് ഇങ്ങനെയാണോ ചേച്ചി എന്നുള്ളത് ഞാൻ ചോദിക്കുന്നത്. അതിനെക്കുറിച്ച് എന്താണ് അവർക്ക് പറയാനുള്ളത് എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഇത് വിത്ത് പെർമിഷൻ അവർക്ക് ഇതൊരു റെക്കോർഡഡ് വീഡിയോ ആണ്. നമുക്ക് എല്ലാവർക്കും അറിയാം ഇത് നേരത്തെ നമ്മൾ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ട് പിന്നീടാണ് നമ്മളിത് പബ്ലിഷ് ചെയ്യുന്നത്. ചിലപ്പോൾ ഒരു 2 ദിവസം ഗ്യാപ്പൊക്കെ ഉണ്ടാവുമായിരിക്കും. നമ്മൾ ഈ റെക്കോർഡഡ് വീഡിയോ നമ്മൾ എടുക്കുമ്പോൾ അവർക്ക് പറയാനുള്ള പൂർണ്ണമായിട്ടുള്ള ഒരു സ്വാതന്ത്ര്യമുണ്ട്. നമുക്ക് ഇത് ഇടണ്ട എന്ന് പറയാനുള്ള ഒരു പൂർണ്ണമായിട്ടുള്ള ഒരു സ്വാതന്ത്ര്യമുണ്ട്. ഇത് ആളുകൾ ഇങ്ങനെയൊക്കെ വീഡിയോ ചെയ്യുമ്പോഴും തംബ്നെയിൽസ് ഇടുമ്പോഴും അവർക്കും എന്തെങ്കിലുമൊക്കെ പറയാൻ കാണില്ലേ? നിങ്ങൾ അതെന്താ ചിന്തിക്കാത്തെന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടില്ല. ഇപ്പോൾ ആളുകൾ ഇങ്ങനെ റിയാക്ഷൻ വീഡിയോസ് ഇടുമ്പോൾ അവർക്ക് പറയാനുള്ളത് പറയുന്നുണ്ട്. എല്ലാത്തിനും പോയിന്റ് ചെയ്ത് അവർക്ക് രേണുസുധിക്ക് ഇത് വന്നിട്ട് റിയാക്ട് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ നമ്മളിങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോൾ അവരതിന് ആൻസർ പറഞ്ഞു. അത് എല്ലാവർക്കും പറയാനുള്ളത് പോലെ അവരും പറഞ്ഞു. അത് അവരുടെ രീതിയിലാണ് പറഞ്ഞത്. അതാണ് നിങ്ങൾക്ക് കുഴപ്പമായത് എങ്കിൽ അത് എനിക്കൊന്നും പറയാനില്ല. പിന്നെ ഞാൻ ചോദിച്ച ക്വസ്റ്റ്യൻ അവരുടെ അടുത്ത് ഈ ഒരു കാര്യം കിച്ചുവിനെയും രേണു ചേച്ചിനെയും പറ്റി ഇങ്ങനെ പറഞ്ഞത് അത് ആ ഒരു വ്ളോഗർ ചെയ്തിട്ടുള്ള ആ തംബ്നെയിൽ വെച്ചിട്ട് ഞാൻ ചോദിച്ചിട്ടുള്ളൊരു കാര്യമാണ്. അതിനും ഇത്ര എന്താ പറയുക ബുള്ളിങ് അനുഭവിക്കേണ്ട കാര്യമുണ്ടോ എന്നുള്ളതും എനിക്ക് അറിയില്ല. ഈ വോയിസ് ക്ലിപ്പിൻ്റെ കാര്യം ഞാൻ വളരെ വ്യക്തമായിട്ട് ഇപ്പോഴും ഞാൻ പറയുന്നു. എന്താ പറയുക, രേണുസുധി അങ്ങോട്ടേക്ക് എനിക്ക് വീഡിയോ ചെയ്യണം, എനിക്ക് ചികിത്സയ്ക്ക് പൈസ ഇല്ല, നിങ്ങൾ സഹായിക്കൂ എന്നുള്ളത് ഇൻ കേസ് ആ വീഡിയോയിലെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കാണിച്ചു തരുമോ, നിങ്ങൾ സഹായിക്കണം. അങ്ങനെയാണെങ്കിൽ അവർക്ക് ആ വീഡിയോയിൽ വന്ന് പറഞ്ഞാൽ പോരെ. എത്രയോ ലക്ഷക്കണക്കിന് ആൾക്കാർ കാണുന്ന ഒരു വീഡിയോ ആണ്. അതിനകത്ത് അവർക്ക് വന്നിട്ട് എനിക്ക് ഇന്ന രീതിയിൽ ഡൊണേഷൻ ചെയ്യണം എന്നുള്ളത് അവർക്ക് ഒന്ന് പറഞ്ഞുകൂടാ? അതും അവർ പറഞ്ഞിട്ടില്ല. അവർക്ക് അവരുടേതായിട്ടുള്ള ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും കൊടുക്കുന്നുണ്ടെങ്കിൽ അവർ ആ ഒരു എമൗണ്ട് വെച്ചിട്ട് അവർ പോകുന്നുള്ളൂ. അല്ലെങ്കിൽ അവർ സമ്പാദിച്ചിട്ടുള്ള പൈസ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് മാത്രമേ അവർ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നുള്ളൂ. ഇല്ലാതെ അവർ ഈ ഇൻ്റർവ്യൂ ചെയ്യാനായിട്ട് എനിക്ക് ഇൻ്റർവ്യൂ ചെയ്യണം, നിങ്ങൾ ഈ ഇൻ്റർവ്യൂ ചെയ്യണം, അതുകൊണ്ട് നിങ്ങൾക്ക് ഈ പൈസ ഞങ്ങൾക്ക് കിട്ടിയിട്ട് വേണം എനിക്ക് ആ ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ, അതുകൊണ്ട് നിങ്ങൾ മസ്റ്റായിട്ട് ഈ ഇൻ്റർവ്യൂ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് രേണുസുധി എന്തിന് ഞങ്ങളെ സമീപിക്കണം? ശരിക്കും പറഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ രേണുസുധിൻ്റെ കണ്ടൻറ്റ് ആവശ്യം ഓരോ ചാനലുകാർക്കാണ്. അതുകൊണ്ടാണ് ഈ റിയാക്ഷൻ വീഡിയോസ് ഒരുപാട് വരുന്നത്. എന്തുകൊണ്ടാണ് രേണുസുധി ഒരു കണ്ടൻറ്റ് ആവുന്നതെന്ന് നിങ്ങൾക്ക് ചിന്തിച്ച് നോക്കിയാൽ മനസ്സിലാവും. അവർക്ക് ഇപ്പോഴും എന്താ പറയുക ഒരു ഡിമാൻഡുണ്ട്. അവർക്ക് ഇപ്പോഴും ആ ഒരു ഡിമാൻഡ് ഉള്ളത് കൊണ്ട് മാത്രമാണ് ഇങ്ങനത്തെ ഓരോ റിയാക്ഷൻ വീഡിയോസും ഓരോ ദിവസവും ഇങ്ങനെ വരുന്നത്. അവർ ഇപ്പം ഞങ്ങൾ അതിനകത്ത് തമാശയ്ക്ക് സംസാരിച്ചിട്ടുണ്ടായിരുന്നു, രേണുസുധി ബാത്റൂമിൽ പോയാൽ വരെയും കണ്ടന്റ് ആക്കുന്ന ആൾക്കാർ അതിനകത്തുണ്ട് എന്നുള്ളത്. അതൊരു അതിശോക്തി പറഞ്ഞതാണ്. അത് വെച്ച് അതും ഞാൻ കണ്ടു. അത് വെച്ച് ആരാണ് രേണുസുധി ബാത്റൂമിൽ പോയെന്ന് പറഞ്ഞിട്ട് കണ്ടന്റ് എടുത്തിരിക്കുന്നത് എന്നുള്ളതാണ് ഇവർ ചിന്തിക്കുന്നത്. എനിക്ക് പൊട്ടന്മാരാണ് ഇത് കാണുന്നത്, എനിക്ക് മനസ്സിലാവുന്നില്ല. അതായത് പറഞ്ഞു വന്നത് ഇതാണ്, ഒരു രീതിയിലും രേണുസുധിക്ക് ആദ്യമേ താല്പര്യമില്ലാത്തൊരു ഇൻ്റർവ്യൂ നമ്മൾ 1 മാസത്തോളം നമ്മൾ അവരുടെ പുറകെ നടന്ന് സംസാരിച്ചിട്ടാണ് നമ്മൾ ഇവരെ കൺവിൻസ് ചെയ്തിട്ട് ആ ഒരു ട്രീറ്റ്മെൻറ്റിൻ്റെ സമയത്തൊക്കെ ആയിരുന്നു. അപ്പോൾ അവർക്ക് ഒട്ടും താല്പര്യമില്ലായിരുന്നു ഈ ഒരു ഇൻ്റർവ്യൂ തരാൻ വേണ്ടിയിട്ട്. അതിനുശേഷം നമ്മൾ കൺവിൻസ് ചെയ്ത് സംസാരിച്ചിട്ടാണ് ഈ ഒരു ഇൻ്റർവ്യൂ എടുക്കുന്നത്. അതിൻ്റെ പേരിൽ ഇപ്പോൾ അവരനുഭവിക്കുന്നത്, അതായത് ഞങ്ങളുടെ പേരിൽ അവരനുഭവിക്കേണ്ട വന്നത് വളരെ ഒരു ക്രൂരമായിട്ടുള്ള ഒരു സോഷ്യൽ മീഡിയ ബുള്ളിങ് തന്നെയാണ്. കുറേ വീഡിയോസ് ഞാൻ കണ്ടു. എനിക്ക് സത്യം പറയാൻ സങ്കടം തോന്നി. കാരണം ഞങ്ങൾക്ക് ഇതിൻ്റെ സത്യാവസ്ഥ അറിയുന്നത് കൊണ്ടാണ് കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു വീഡിയോയുടെ കൂടെ ആവശ്യമില്ല. ആ ഒരു ഇൻ്റർവ്യൂ മുഴുവനായിട്ട് കാണുന്ന ആൾക്കാർക്ക് സത്യം എന്താണെന്ന് മനസ്സിലാവും. അങ്ങനെ കാണുന്ന ആൾക്കാർ മാത്രം ഇതിനെ റിയാക്ട് ചെയ്യുക. ഇല്ലാണ്ട് ചെറിയ ചെറിയ ക്ലിക്ക് ബൈറ്റുകൾ കണ്ടിട്ട് അതിനെ വളച്ചൊടിച്ച് വേറൊരു രീതിയിലേക്ക് ഇട്ട് അവരെ എന്താ പറയുക ടോർച്ചർ ചെയ്യാണ്ടിരിക്കുക. അത്രയും മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ, ഇതൊരു എക്സ്ക്ലൂസീവ് ഇൻ്റർവ്യൂ ആണ്. അപ്പോൾ ഈ ഒരു എക്സ്ക്ലൂസിവിറ്റി നമ്മളുടെ സ്റ്റാഫുകളിൽ നിന്ന് പോലും നമ്മൾ ചിലപ്പോൾ ഹൈഡ് ചെയ്ത് വെക്കും. അല്ലെങ്കിൽ ഇതെടുക്കാൻ പോകുന്ന ആൾക്കാർക്ക് മാത്രമേ ചിലപ്പോൾ ആ ഒരു ഇൻ്റർവ്യൂവിൻ്റെ സ്വഭാവം അല്ലെങ്കിൽ ചിലപ്പോൾ ആരാണ് ഗസ്റ്റ് എന്ന് പോലും അറിയുണ്ടാവുള്ളൂ. അത് ചാനലുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർക്ക് അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ മനസ്സിലാവുമായിരിക്കും. അങ്ങനെയാണ് പൊതുവെ ആ ഇൻ്റർവ്യൂ കാര്യങ്ങളൊക്കെ പോവാറ്. അപ്പോൾ ഇതൊരു സെൻസേഷണൽ ഒരു കണ്ടന്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇതിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ നമ്മൾ എന്താണെന്നുള്ളതൊന്നും നമ്മൾ സ്റ്റാഫുകളോട് നമ്മൾ സംസാരിക്കില്ല. ഇത് ഈ എടുത്ത് കോൾ അറ്റൻഡ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ഒരു പ്രീ പ്രൊഡക്ഷൻ സ്റ്റാഫാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഇതിനെക്കുറിച്ച് വലിയ അറിവില്ലാത്ത ആളാണ്. കാരണം നമ്മൾ ഇതിൻ്റെ സ്വഭാവം എങ്ങനെയാണ്, ഇതിൻ്റെ സ്വഭാവം രേണുസുധി എന്ത് ചെയ്തിട്ടാണ്, അല്ലെങ്കിൽ രേണുസുധിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്, അല്ലെങ്കിൽ ഇതൊരു പെയ്ഡ് ഇൻ്റർവ്യൂ ആണോ അല്ലെങ്കിൽ പെയ്ഡ് ഇൻ്റർവ്യൂ അല്ലേ എന്ന് പോലും നമ്മൾ ചിലപ്പോൾ സംസാരിച്ചിട്ടുണ്ടാവില്ല. അവിടെ നിന്ന് കേട്ട് എന്തെങ്കിലും ഒരു കാര്യം വെച്ചിട്ട് ആൾ സംസാരിച്ചതായിരിക്കാം. ഈ ഒരു
കാര്യത്തിനെ വളച്ചൊടിച്ച് അല്ലെങ്കിൽ ഇതാണ് സത്യം എന്ന് വിചാരിച്ചിട്ട് ആരും രേണുസുതിക്കെതിരെ തിരിയരുത്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ സെലിബ്രിറ്റികളുടെ ആയാലും പെയ്ഡ് ഇൻ്റർവ്യൂസ് ചെയ്യുന്ന ഒരു ചാനലാണ്. അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഒരുപാട് സ്റ്റാഫുകളുണ്ട്, പുറത്താണെങ്കിലും അകത്താണെങ്കിലും ഒരുപാട് സ്റ്റാഫുകളുണ്ട്. അപ്പോൾ അതിനകത്ത് ഏതെങ്കിലും ഒരാൾ ഇങ്ങനെ വിളിച്ച് സംസാരിച്ചു എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ ഇപ്പം അനുഭവിക്കേണ്ടി വരുന്നത് രേണുസുതിക്കാണ്. ഏറ്റവും കൂടുതൽ അനുഭവിക്കേണ്ടി വരുന്നത് രേണുസുതിക്കാണ്. കാരണം അവരാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയ ബുള്ളിങ് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളുടെ മൂവി വേൾഡ് മീഡിയ ചാനലിൻ്റെ ഒരു സ്റ്റാഫിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ള ഒരു കയ്യബദ്ധം കൊണ്ട് രേണുസുതിക്കും രേണുസുതിയുടെ കുടുംബത്തിനും ഉണ്ടായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടിന് ഞങ്ങൾ സീരിയസ്ലി ഞങ്ങൾ മാപ്പ് ചോദിക്കുകയാണ്. അവരെ ഇതുപോലെ ബുള്ളിങ് ചെയ്യരുത്, അവരെ ഇതുപോലെ ദ്രോഹിക്കരുത്. പിന്നെ ഇതിൻ്റെ സത്യാവസ്ഥ എന്താണ് എന്നുള്ളത് ആളുകൾ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം സംസാരിക്കാനായിട്ട്. ഞങ്ങൾ പറയുന്നില്ല എന്താ പറയുക, ഇതിൻ്റെ ക്ലിക്ക് ബൈറ്റ് കാണണ്ട, അല്ലെങ്കിൽ അങ്ങനെയാണ് ഇങ്ങനെയാണ് ഇതാണ് ഇത് വിശ്വസിക്കുന്ന ആൾക്കാർ മാത്രം വിശ്വസിച്ചാൽ മതി. അതും ഞാൻ എടുത്തു പറയുന്നു. കാരണം എല്ലാവരും എന്താ പറയുക നല്ലത് ഉൾക്കൊള്ളണം എന്നില്ല. ഇതിൻ്റെ സത്യം മനസ്സിലാക്കണ്ട എന്ന് വിചാരിക്കുന്ന ആൾക്കാരായിരിക്കും കൂടുതൽ, പ്രത്യേകിച്ച് രേണുസുതിയുടെ കണ്ടന്റ് ആയതുകൊണ്ട് തന്നെ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള ആൾക്കാരോട് ഒന്നും എനിക്ക് പറയാനില്ല. പക്ഷേ എന്താ പറയുക, ഈ സമയത്ത് അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കേണ്ട ഒരു സമയം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ദയവായിട്ട് രേണുസുതി ഈ ഒരു കാര്യത്തിൽ ഉപദ്രവിക്കരുത്. ഇതാണ് ഇതിലെ സത്യം. ഇല്ലാതെ രേണുസുതി ഒരിക്കലും വിളിച്ചിട്ട് ഞങ്ങളോട് ഇൻ്റർവ്യൂ എടുക്കണം, ഞങ്ങൾക്ക് പൈസ തരണം, തന്ന് സഹായിക്കണം എന്നുള്ളത് ഒരിക്കലും ഞങ്ങളോട് ആവശ്യപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ അവർ ഇങ്ങനെ ഉപദ്രവിക്കാതിരിക്കുക.